പങ്കാളികളുടെ ഫോൺ സന്ദേശം തെളിവായിട്ട് സ്വീകരിക്കാമെന്ന് സുപ്രീം കോടതി വിധി. സുപ്രീം കോടതി സുപ്രധാനമായ വിധിയായിരുന്നു. അതിൽ സുപ്രീം കോടതിയിലെ ഏറ്റവും സീനിയർ ജഡ്ജി ആയ വനിത അധ്യക്ഷയായ ജഡ്ജിയാണ് ഈ സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. വേഴ്സ് ഓഫ് നേഹ ദമ്പതികൾ അദ്ദേഹം 2009 നേഹയെ വിവാഹം ചെയ്യുകയും 2011 ഒരു കുട്ടി അവർക്ക് പിറക്കുകയും ചെയ്തു. അതിനുശേഷം 2017 അവരുടെ വിവാഹബന്ധം വഷളായി. അത് പഞ്ചാബ് കുടുംബ കോടതിയിൽ അദ്ദേഹം ഹിന്ദു മാരേജ് ആക്ട് സെക്ഷൻ 13 പ്രകാരം വിവാഹബന്ധം വേർപെടുത്തുന്നതിന് അവിടുത്തെ ഫാമിലി കോർട്ട് ഫയൽ ചെയ്തു. അതിനുശേഷം 2018 അദ്ദേഹത്തിന് ഒരു സപ്ലിമെൻ്ററി എവിഡൻസ് കൂടി വെക്കാൻ വേണ്ടി അദ്ദേഹം കുടുംബ കോടതിയിൽ അപേക്ഷ കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ഫോൺ സംഭാഷണം 2016 നവംബർ തൊട്ട് ഡിസംബർ വരെയും 2011 നവംബർ തൊട്ട് ഡിസംബർ വരെയും പിന്നെ ഓഗസ്റ്റ് 2016 തൊട്ട് ഓഗസ്റ്റ് മാസത്തിലെ ഫോൺ സംഭാഷണങ്ങളുടെ ഇത് തെളിവായിട്ട് സ്വീകരിക്കണമെന്ന് പറഞ്ഞു സപ്ലിമെൻ്ററി എവിഡൻസ് ആയിട്ട് കുടുംബ കോടതി കൊടുക്കുകയും ചെയ്തു. കുടുംബ കോടതി അത് പരിശോധിച്ചപ്പോൾ സപ്ലിമെൻ്ററി എവിഡൻസ് സ്വീകരിക്കാം എന്ന് കുടുംബ കോടതി പ്രിൻസിപ്പൽ ജഡ്ജി അദ്ദേഹത്തിൻ്റെ അപേക്ഷ സ്വീകരിക്കുകയും അതിൻ്റെ നടപടിക്രമമായിട്ട് അതിന് ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ നേഹ അത് സമ്മതിച്ചില്ല. കാരണം പ്രൈവസിയാണെന്നും അത് ഒരുത്തൻ്റെ പൗരൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്നതാണെന്നും അതുകൊണ്ട് തന്നെ ഇത് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കുടുംബ കോടതിയെ അവർ ബോധിപ്പിച്ചു. എന്നാൽ അവിടുത്തെ കുടുംബ കോടതി പ്രിൻസിപ്പൽ ജഡ്ജി പറഞ്ഞത് ഇത് സ്വീകരിക്കുന്നതിന് അപാകത കാണുന്നില്ലെന്നും ഫാമിലി കോർട്ട് ആക്ട് സെക്ഷൻ 14 പ്രകാരം എന്ത് തെളിവും സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്ന് ജഡ്ജി പ്രഖ്യാപിക്കുകയും അതിൻ്റെ നടപടിക്രമങ്ങളോട്ട് മുന്നോട്ട് പോകുകയും അവർ 2020 പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയിൽ ഒരു റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. അതിനകത്ത് പ്രൈവസി ആണെന്നും അവരുടെ പ്രൈവസിയെ ഹനിക്കുന്നതും അവരുടെ സമ്മതമില്ലാതെ ഇത് ഫോൺ സംഭാഷണമോ മറ്റ് കാര്യങ്ങളോ സ്വീകരിക്കരുതും എന്നും ഇതിനകത്ത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഉള്ള ഇത് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർ കോടതിയെ സമീപിക്കുകയും പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി അവരുടെ ആർഗ്യുമെൻ്റ് സ്വീകരിക്കുകയും കാരണം ഇത് സ്വകാര്യതയെ ഹനിക്കുന്നതാണെന്നും അതുപോലെ തന്നെ തെളിവ് നിയമം 122 പ്രകാരം രഹസ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള മൊഴികൾ സ്വീകരിക്കരുതെന്നും ഉള്ളതുകൊണ്ട് യാതൊരു കാരണവശാലും ഒരു വ്യക്തിയുടെ ഫണ്ടമെൻ്റൽ റൈറ്റായ ആർട്ടിക്കിൾ 19 ഫണ്ടമെൻ്റൽ റൈറ്റ് ഒരുത്തൻ്റെ ജീവിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21 പിന്നെ സുപ്രീം കോടതിയിലെ പുട്ടുസ്വാമി കേസിൽ സ്വകാര്യത മൗലിക അവകാശമാണെന്ന് പ്രഖ്യാപിച്ചതും കൊണ്ട് ഇത് യാതൊരു കാരണവശാലും ഇത് അനുവദിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുടുംബ കോടതി വിധി സൈഡ് ചെയ്തു. അത് റദ്ദാക്കുകയും ചെയ്തു. അപ്പോൾ ഇവരുടെ ഭർത്താവ് സുപ്രീം കോടതി 2021 തന്നെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തു. ഇത് സ്വകാര്യത അല്ലെന്നും ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഞങ്ങൾ 2 വ്യക്തികൾ തമ്മിലുള്ള സംഭാഷണങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ഇത് തെളിവായിട്ട് സ്വീകരിക്കണമെന്നും സുപ്രീം കോടതിയിൽ ആർഗ്യുമെൻ്റ് ചെയ്തു. സുപ്രീം കോടതിയിൽ വന്നപ്പോൾ സുപ്രീം കോടതി ഇത് വിശദമായിട്ട് പരിശോധിച്ചു. അപ്പോൾ ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് മൗലികാവകാശങ്ങൾ ഫണ്ടമെൻ്റൽ റൈറ്റിൽ പെടുന്നത് കൊണ്ട് തന്നെ ഇത് വിശദമായിട്ട് ഇത് പഠിക്കാതെ ഇതിന് ഹൈക്കോടതി വിധി റദ്ദ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അവർ കോടതിയെ സഹായിക്കാൻ ഒരു അമിക്കസ് ക്യൂറിയെ വെക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അമിക്കസ് ക്യൂറി കൂടി വെച്ചു. അമിക്കസ് ക്യൂറി ഇതിൻ്റെ വശങ്ങളെക്കുറിച്ച് പഠിക്കുകയും പല ഹൈക്കോടതി വിധികൾ കോട്ട് ചെയ്യുകയും
പല സുപ്രീം കോടതി വിധികൾ നോക്കുകയും ചെയ്തതിന് ശേഷം ഇതിനെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളുടെ വീട്ടിൽ നടക്കുന്ന ഇങ്ങനെയുള്ള സംഭവങ്ങളിൽ തെളിവ് കൊടുക്കാൻ, ഡിവോഴ്സ് കേസ് തെളിവ് കൊടുക്കാൻ മൂന്നാമതൊരു പാർട്ടി കിട്ടാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകൾ തെളിവായിട്ട് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല, അത് സ്വകാര്യതയുടെ ലംഘനം അല്ല എന്നാണ് അമിക്കസ് ക്യൂറി പ്രഖ്യാപിച്ച് അമിക്കസ് ക്യൂറിയുടെ ആ തീരുമാനത്തിലെത്തിയത് പല സുപ്രീം കോടതി വിധികൾ കോട്ട് ചെയ്തുകൊണ്ട് പറയുകയും പിന്നെ കർണാടക ഹൈക്കോടതിയിൽ 2019 ഇങ്ങനെ ഒരു വിധി പറഞ്ഞു. കാരണം ഫോൺ സന്ദേശം മാത്രമല്ല, അതിനകത്തുള്ള വാട്സപ്പ് ചാറ്റുകൾ, അങ്ങനെ ഇലക്ട്രോണിക് ഡിവോഴ്സിലുള്ള പല കാര്യങ്ങളും സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ളതാണ്, അത് മാട്രിമോണിക്കൽ വിഷയങ്ങളിൽ മാത്രമേ ഇത് ബന്ധപ്പെടുന്നുള്ളൂ, അല്ലാതെ ഒരു സ്വകാര്യതയെ ഹനിക്കുന്നതല്ല, അതുകൊണ്ട് സ്വീകരിക്കാം എന്ന് കർണാടക ഹൈക്കോടതി വിധി പ്രഖ്യാപിക്കുകയും സുപ്രീം കോടതിയിൽ അത് പല ഇത് വന്നപ്പോൾ ഇത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കാരണം ഇത് ഈ സംഭാഷണങ്ങളും അതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസുകൾ ഉപയോഗിക്കുന്നതിനും കുഴപ്പമില്ല എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. അപ്പോൾ അങ്ങനെ കോടതി അത് കൺക്ലൂഷനിൽ ചെയ്തു. കോടതിയിൽ പറഞ്ഞത് ഇലക്ട്രോണിക് മാധ്യമങ്ങളുള്ള തെളിവ്, കാരണം എന്ന് വെച്ചാൽ ഡൽഹി ഹൈക്കോടതിയിലും ഇതിനെക്കുറിച്ച് ഒരു പരാമർശം ഉണ്ടായി. 1872 തെളിവ് നിയമമാണ് ഇത് 122 എന്ന് പറയുന്നത്. ആ തെളിവ് നിയമത്തിൽ സ്വകാര്യത ലംഘിക്കുന്ന ഇത് പാടില്ല എന്ന് പറയുന്നതിനകത്ത് ഇതിനകത്ത് അത് ഒഴിവാക്കാം, എക്സംഷൻ കൊടുക്കാം എന്ന് പറയുന്നുണ്ട്, പല കോടതികളിലും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റുള്ളവരുടെ സ്വകാര്യതയെ ഹനിക്കുന്നതോ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമല്ല. ഇത് ഒരു ഡിവോഴ്സ് കേസിൽ തെളിവ് കൊണ്ടുവരാൻ മറ്റു മാർഗമില്ല. അത് കാരണം എന്ന് വെച്ചാൽ ഇത് മൂന്നാമതൊരു പാർട്ടിയുടെ ഐ വിറ്റ്നസ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇപ്പോഴത്തെ ആധുനിക യുഗത്തിൽ ഇതുപോലുള്ള ഇലക്ട്രോണിക് ഡിവൈസിൻ്റെ തെളിവുകൾ കൊണ്ടുവരാമെന്നും അതിനകത്ത് അപാകതയില്ലെന്നും ആണ് അമിക്കസ് ക്യൂറിയും ഇവരുടെ നേഹയുടെ ഭർത്താവിൻ്റെ അഡ്വക്കേറ്റും ഭാവിച്ചത്. എന്നാൽ അവരുടെ ഭാഗം പറഞ്ഞത് അങ്ങനെയല്ല, പ്രൈവസി ആണെന്നും ഇത് ഭരണഘടനാ ലംഘനമാണെന്നും ഒന്നും പറഞ്ഞു. പക്ഷേ സുപ്രീം കോടതി ഇത് കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത് യാതൊരുവിധ ഭരണഘടനാ ലംഘനവും ഇതിനകത്തില്ല, മൗലിക അവകാശം അതിനകത്ത് ലംഘിക്കുന്നില്ല. പോരാഞ്ഞിട്ട് ഇത് ഗവൺമെൻറ് അല്ല ഇങ്ങനെ ഒരു ഇത് കൊണ്ടുവരുന്നത്, രണ്ട് വ്യക്തികൾ മാത്രമേ. പിന്നെ അത് തന്നെയല്ല, അതുകൊണ്ട് തന്നെ ഈ ഫോൺ സന്ദേശം തന്നെയല്ല, വാട്സപ്പും അങ്ങനെയുള്ള ഇലക്ട്രിക് ഡിവോഴ്സ് ഏതും കോടതി സ്വീകരിക്കാം എന്നാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി വന്നത്. ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പകർപ്പും ഞാൻ ഇതിനോടൊപ്പം അപ്ലോഡ് ചെയ്യാൻ PDF-ലെടുത്ത് അപ്ലോഡ് ചെയ്യാം. കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ ഏത് കേസാണ് എന്ത് കേസാണ് എന്ന് പറഞ്ഞാൽ അറിയാൻ പാടില്ല. അതുപോലെ ഫാമിലി കോർട്ടിലുള്ള അഡ്വക്കേറ്റിനും അത് ചിലപ്പോൾ ഒരു പക്ഷേ കിട്ടിയില്ല എന്നും വരാം. അതുകൊണ്ട് തന്നെ നമ്മൾ തിരക്കി നടക്കേണ്ട കാര്യമില്ല. ഇതിൻ്റെ കൂടി ഈ വീഡിയോയോടുകൂടി ഈ ജഡ്ജ്മെൻറ്റും അപ്ലോഡ് ചെയ്യുന്നു. ഓക്കെ. ഈ കേസ് 2021 സുപ്രീം കോടതി ഫയൽ ചെയ്യുന്നത്. 2025 ജഡ്ജ്മെൻറ്റ് വരുന്നത്. പിന്നെ സുപ്രീം കോടതിയിലെ ഏക വനിതാ ജഡ്ജിയായ അധ്യക്ഷയായ നാഗരത്നയാണ് ഈ സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. കാരണം മൗലികാവകാശം ഫണ്ടമെൻ്റൽ റൈറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾ 21, 19 വിശകലനം ചെയ്ത് വേണം ഇതിൻ്റെ വിധി പറയാൻ വന്നത്. കാരണം അവകാശവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസാകുമ്പോൾ അത് ശരിക്ക് വിശകലനം ചെയ്യാതെ ആ വിധി പറയാനൊക്കെ അത് ഈ സുപ്രധാന വിധി എന്നും ഇന്ത്യ ഓർക്കുന്നത് തന്നെയാണ്. കാരണം ഇന്ത്യയുടെ പുരോഗതിയും അതുപോലെ തന്നെ മറ്റ് മാർഗമില്ല. ഒരു കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങൾ അത് അവർക്ക് അവരുടെ ക്രൂവൽറ്റിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുവാനും കോടതിയെ കൊണ്ടുവരാനും കോടതിയെ കേസ് കൊടുത്ത് അവരുടെ നിരപരാധിത്വം തെളിയിക്കുന്നതിനും ഇങ്ങനെയുള്ള ഒരു വിധി വന്നത് ഇന്ത്യയിൽ എല്ലാവർക്കും അഭിമാനിക്കാവുന്നതാണ്. ഈ വനിതാ ജഡ്ജിയെ സുപ്രീം കോടതിയിലെ ഏക വനിതാ ജഡ്ജിയായ നാഗരത്ന അധ്യക്ഷയായ ബെഞ്ചാണ്
ഇതിൻ്റെ വിത്ത് പ്രസ്താവിച്ചതെന്ന് നമ്മൾ അത് ഓർക്കേണ്ടത് തന്നെയാണ്.